ചന്ദ്രാമ്മയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വേറൊന്നും ചോദിച്ചിട്ട് ചന്ദ്രാമ്മ പറയുന്നുമില്ല. കുടുംബത്തെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചോദിക്കും. ഒഴിഞ്ഞു മാറുന്നതാ പതിവ്. അച്ഛന്റെ മുഖം പെട്ടെന്ന് മാറിയല്ലോ. മോള് കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്നെയല്ല പ്രതീക്ഷിച്ചത്, ചിന്നുനെ ആയിരുന്നല്ലേ. എന്നെ ഇവിടെ ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണം ഞാൻ തന്നെയാ. അതും കൂടെ നേരിട്ട് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് കരുതിയാ ഞാനിപ്പോ വന്നത്. നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. നീയാണ് വന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാണാൻ കൂട്ടാക്കില്ലായിരുന്നു. അതെനിക്കറിയാം. ഞാൻ വന്നത് അച്ഛനോട് ചിലത് പറയാനാ. അന്ന് അമ്പലത്തിൽ വെച്ച് പോലീസിനെ വിളിച്ചത് ഞാനാ. അച്ഛ, കേൾക്കുമ്പോ ഞാൻ വലിയ പാപം ചെയ്തു എന്നൊക്കെ തോന്നുമായിരിക്കും. അച്ഛന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഞാനത് ചെയ്തത്. അമ്മയും ചിന്നുവും ആ വീട്ടിലായതുകൊണ്ട് സേഫാ. പുറത്തിറങ്ങി നടക്കുന്ന അച്ഛൻ എപ്പ വേണമെങ്കിലും അപകടത്തിലാവാം. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ വിഷമം തോന്നുമെങ്കിലും അച്ഛന് ഇതിലും സേഫായ ഒരിടം മറ്റേതുമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചിന്നു അച്ഛനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും. കൂടുതലും അവളെന്നെ കുറ്റപ്പെടുത്തിയിട്ടാവും സംസാരിച്ചിട്ടുണ്ടാവുക. അതും എനിക്കറിയാച്ച. അവള് പറഞ്ഞതൊക്കെ ശരിയാച്ച. അമ്മയും അവളെയും പല രീതിക്ക് ഞാൻ ഉപദ്രവിക്കുന്നുണ്ട്, മനഃപൂർവ്വം തന്നെ. അത് എനിക്ക് അവരോട് സ്നേഹമില്ലാത്തോണ്ടോ പഴയതൊക്കെ ഞാൻ മറന്നതുകൊണ്ടോ അല്ല. എന്റെ അച്ഛനെയും അമ്മയും അനിയത്തെയും നല്ല രീതിക്ക് എനിക്ക് നോക്കണമെന്നുണ്ട്. അതിനെനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതുകൊണ്ടാ അവരോട് ഞാൻ കൂടുതൽ അടുപ്പം കാണിച്ചാൽ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോവും. അതുകൊണ്ട് മാത്രമാ ഞാൻ പറഞ്ഞ അമ്മയും ചിന്നുവിനെയും അപ്പ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അവരെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഞാനാ അച്ഛാ. അതെന്തിനാന്നറിയോ? എന്റെ അമ്മയും അനിയത്തെയും എനിക്ക് സ്നേഹിക്കാൻ, അവരെന്റെ കൂടെ സുരക്ഷിതമായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഉറപ്പുവരുത്താൻ. കുറച്ചു നാളൂടെ കഴിയുമ്പോ എന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അത് കഴിഞ്ഞ് നിങ്ങൾ 3 പേരെയും സുരക്ഷിതായ ഒരിടത്തേക്ക് ഞാൻ മാറ്റും. അതുവരെ എന്നോടുള്ള അവരുടെ വെറുപ്പും ദേഷ്യവും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് മാറണ്ട, അങ്ങനെ ഇരുന്നോട്ടെ. മാറിയ ചിലപ്പോ എന്റെ കൈവിട്ടു പോവും. പിന്നെ അവിടെ എല്ലാവരും എല്ലാം അറിയുകയും ചെയ്യും. അച്ഛനെങ്കിലും സത്യം അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയാ ഞാനിപ്പോ ഇവിടെ വന്ന് അച്ഛനോട് ഇതെല്ലാം പറഞ്ഞത്. അച്ഛാ, അച്ഛൻ എന്നെ ശപിക്കരുത്. അയ്യോ, അധിക ദിവസം അച്ഛൻ ഇതിന്റെ അകത്ത് കിടന്ന് നരകിക്കേണ്ട അവസ്ഥ വരില്ല. ഞാൻ അച്ഛനെ പുറത്തിറക്കും. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. മതി, സമയായി. അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ട് പോ. അമ്മയ്ക്കും ചിന്നുവിനും ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നല്ലൊരു വക്കീലിനെയും കണ്ട് അച്ഛന്റെ കാര്യം സംസാരിക്കാം. അച്ഛൻ ചെല്ല്. ഇനി ഇവിടെ ഒരു ചെടി നടാൻ പോലും സ്ഥലമില്ല സർ. ഇവിടെ സ്ഥലമില്ലെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇഷ്ടംപോലെ സ്ഥലം കിടക്കല്ലേ, നമുക്ക് താഴെ എവിടെങ്കിലും നടാം.
ചിന്നിമോളെ വന്നി മോര് കുടിക്ക്, ക്ഷീണമൊക്കെ മാറട്ടെ. അതെന്താ എനിക്ക് മാത്രമേ ഉള്ളൂ ചന്ദ്രാമ്മ, സാറിനില്ലേ? ചന്ദ്രാമ്മ സാറിനെ വിളിക്കാത്തതുകൊണ്ട് ഞാൻ വിളിക്കാം സാറിന്. വാ സാറേ. ആ പിന്നെ മോളെ, LLBക്ക് ചേരുന്ന കാര്യം നീ സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെയാണല്ലോ? അതെ സർ. അതിനെക്കുറിച്ച് ഞാൻ തിരക്കിയായിരുന്നു. ലോ അക്കാഡമിയിൽ കയറുന്നതിന് മുന്നേ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതിന് നീ ആദ്യം പ്രിപ്പയർഡ് ആവണം. ടെസ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. നല്ലതുപോലെ പഠിച്ച് ടെസ്റ്റ് പാസ്സാവണം. കുറച്ചു ദിവസം ഇവിടുത്തെ ജോലിക്ക് വരണമെന്നൊന്നുമില്ല. അതെ, നീ വേറൊന്നും ശ്രദ്ധിക്കാതെ താഴെ ഇരുന്ന് പഠിച്ചോ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അത് സാരമില്ല ചന്ദ്രാമ്മ, ജോലി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ പഠിച്ചോളാം. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ടെസ്റ്റ് പാസ്സാവണം, അത്രേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. അല്ല സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക്. ചന്ദ്രാമ്മ നല്ല പ്രായത്തിൽ ഇവിടെ വന്നതല്ലേ? അത്യാവശ്യം വിദ്യാഭ്യാസവും ഉണ്ട്. അന്ന് ചന്ദ്രാമ്മയുടെ കാര്യത്തില് സാർ എന്താ ഇങ്ങനൊരു തീരുമാനം എടുക്കാത്തെ? ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ചന്ദ്രാമ്മയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വേറൊന്നും ചോദിച്ചിട്ട് ചന്ദ്രാമ്മ പറയുന്നുമില്ല. കുടുംബത്തെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ചോദിക്കും. ഒഴിഞ്ഞു മാറുന്നതാ പതിവ്. ശരിക്കും ചന്ദ്രാമ്മയുടെ നാട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉത്തരം ഞാൻ പറഞ്ഞാ മതിയോ?